ഒരാൾ തന്റെ കണ്ണുകൾ മറച്ച് രണ്ട് കൈകളും ഉപയോഗിച്ച് തോക്ക് കയ്യിലെടുത്തു. അവന്റെ സഹപ്രവർത്തകർ അവനെ നോക്കി ചിരിച്ചു. ഇൻസ്ട്രക്ടർ ടൈമർ ഓൺ ചെയ്തു. 19 സെക്കൻഡിനുള്ളിൽ അവൻ ആ ദൗത്യം പൂർത്തിയാക്കി. എല്ലാവരും അവനെ അഭിനന്ദിച്ചു. അവന്റെ പ്രകടനം സ്നൈപ്പർ ടീം ലീഡറിനെ ആകർഷിച്ചു. അവൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന സമയത്ത് സഹപ്രവർത്തകർക്ക് അത്യാധുനിക സ്നൈപ്പർ റൈഫിളുകൾ ലഭിച്ചു. എന്നാൽ അവന് ലഭിച്ചത് വളരെ പഴയ ഒരു റൈഫിളാണ്. അവൻ പരാതിപ്പെട്ടെങ്കിലും അവനെ കർശനമായി ശാസിച്ചു. സഹപ്രവർത്തകർ അവന്റെ ആ പഴയ റൈഫിളിനെ കളിയാക്കി. മറ്റു മാർഗമില്ലാതെ അവൻ വരാനിരുന്ന പരിശീലനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പരിശീലനത്തിനിടയിൽ ഒട്ടും അനങ്ങാതെ നിന്നത് അവൻ മാത്രമാണ്. കൃത്യത പരിശോധിക്കുന്നതിനുള്ള ഷൂട്ടിംഗ് പ്രാക്ടീസിലും അവൻ മിടുക്ക് കാട്ടി. പരിശീലനത്തിനിടെ റൈഫിളിലുണ്ടായ തകരാറുകൾ പുറത്തു വന്നു. അവൻ തോക്കിനെ കുറ്റപ്പെടുത്തിയെങ്കിലും നിങ്ങൾ മിടുക്കനാണെങ്കിൽ തോക്കിനെ കുറ്റപ്പെടുത്തരുത് എന്ന് ഇൻസ്ട്രക്ടർ അവനോട് പറഞ്ഞു. അവൻ അത് അംഗീകരിച്ചില്ല. തന്റെ കഴിവ് തെളിയിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. രാത്രിയിലെ ഷൂട്ടിംഗ് ഡ്രില്ലിലും അവൻ തന്റെ മികവ് തെളിയിച്ചു. എല്ലാവരും പരിശീലനം അവസാനിപ്പിച്ചു പോയെങ്കിലും അവൻ അവിടെ തന്നെ തുടരുകയും ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. ഒടുവിൽ ലക്ഷ്യത്തിൽ അവൻ കൃത്യമായി വെടിവെച്ചു. അവൻ ബിരുദം നേടി തന്റെ ആദ്യ ദൗത്യത്തിലേക്ക് കടന്നു. ആ പഴയ ഫാക്ടറിയിൽ ഒളിച്ചിരുന്ന ശത്രുക്കളെ വകവരുത്താൻ അവന് നിർദ്ദേശം ലഭിച്ചു. ഒരാൾ കെട്ടിടത്തിനകത്തും മറ്റൊരാൾ മാലിന്യങ്ങൾക്കിടയിലുമായിരുന്നു ഒളിച്ചിരുന്നത്. ഒടുവിൽ അവൻ കൃത്യമായി ലക്ഷ്യം വെച്ച് ശത്രുക്കളെ വീഴ്ത്തുകയാണ്.